ജീവിതത്തിൽ ഇന്നേ നാഴിക വരെ ദൈവത്തെ വിശ്വസിക്കാത്തതുപോലെ ഇന്ന് പകൽ കർത്താവിനെ വലുതായി വിശ്വസിക്കാൻ നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സാധിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളിൽ പലതിലും മാറ്റം വരാത്തതിൻ്റെ കാരണം ദൈവം ചെറുതായതുകൊണ്ടല്ല, ദൈവത്തിന് പരിമിതി ഉള്ളത് കൊണ്ടുമല്ല, നമ്മുടെ വിശ്വാസം വളരാത്തത് കൊണ്ടാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്താൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിശാലതയ്ക്ക് ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവ് കാരണമാക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യമാണ്. നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ചോദ്യങ്ങളും വിശ്വാസത്തിൻ്റെ ഉത്തരങ്ങളായി മാറുന്ന പകലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവചനദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷപൂർവ്വം ക്രിസ്തീയ വന്ദനങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കുറച്ച് ദിവസത്തേക്ക് ദൈവം എന്നെ ഒരു കസേര പിടിച്ചിട്ട് അവിടെ ഇരുത്തിയേക്കുകയാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ചലിക്കുമ്പോഴൊക്കെയും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആയിരക്കണക്കിന് ദൈവാലോചനയുടെ ഇടിനാദങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേവലം ആശയങ്ങൾ രൂപീകരിച്ച് പ്രസംഗം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലല്ല ഞാൻ, മറിച്ച് എന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ അകത്ത് നിന്നും എന്നിൽ ജീവനായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ഒരു മഹാശക്തിയെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഈ വ്യാപിക്കുന്ന അഭിഷേകത്തെ അതിൻ്റെ ചൈതന്യ മൂർധന്യതയിൽ തന്നെ തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവിക സ്പർശനത്തിന് നിങ്ങളിപ്പോൾ സന്നദ്ധരായി ഇരുന്നു കൊള്ളുക. അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കും. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇപ്പോൾ ഇറങ്ങി വരാൻ തുടങ്ങും. ഒരു വലിയ മാറ്റം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കകത്ത് യേശുവിൻ്റെ നാമത്തിൽ അത് ആരംഭിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ 27-ൽ 2 കുരുടന്മാർ യേശുവിൻ്റെ പുറകെ കാഴ്ച പ്രാപിപ്പാൻ ഓടുന്ന ഒരു വലിയ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അവർ യേശുവിൻ്റെ പുറകെ ഓടി. കർത്താവ് അവരെ വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. ദൈവം എല്ലാ കാലത്തും അങ്ങനെയാണ്. അവിടുന്ന് ഈ സാഹചര്യങ്ങളും അവസ്ഥകളും എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാലും നൂറുകണക്കിന് കുരുടരുടെയും 10,000-കണക്കിന് ജീവിത തകർച്ചകൾ അനുഭവിക്കുന്നവരുടെയും സങ്കടങ്ങളേറെയുള്ളവരുടെയും കൺമുൻപിലൂടെ കൈപ്പാങ്ങിന് തൊടാവുന്ന അകലത്തിൽ ദൈവം ഇങ്ങനെ കടന്നു വരാറുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൻ്റെ അകത്ത് തന്നെ കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കുന്നവനെ ദൈവം മൈൻഡ് ചെയ്യാറില്ല. അതിൻ്റെ അർത്ഥം വിശ്വാസമാണ് ദൈവത്തെ പരിഗണിക്കുന്നത്. വിശ്വാസമാണ് ദൈവത്തെ തൊടുന്ന ഈ യുഗത്തിലെ കരം. യേശുവിനെ നിങ്ങൾക്ക് മാംസശരീരത്തിൽ കൺമുമ്പിൽ തൊടാനായി വെച്ച് തരണമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനേക്കാൾ എളുപ്പവഴി കർത്താവ് പറയുന്നു, വിശ്വാസത്താൽ കരം നീട്ടിക്കൊള്ളൂ, ഞാൻ നിന്റെ കൈപ്പാങ്ങിന് വെളിപ്പെടും. അത്രമാത്രം ലളിതമായി, അത്രത്തോളം സിമ്പിളായി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചടങ്ങുകളില്ലാത്ത, ഒരുപാട് നേരമൊന്നും എടുക്കാത്ത ഒരു അത്ഭുതത്തിൻ്റെ ഫാക്ടറിയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റർ ചെയ്യാം. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കർത്താവ് ഇതാ വരുന്നു. ഇപ്പോൾ തന്നെ അവിടുന്ന് പ്രസൻ്റ് ആണ്. ഞാൻ ഈ മൊമെൻറ്റിൽ എൻ്റെ സാഹചര്യം വകവെക്കാതെയും എൻ്റെ പ്രശ്നത്തിൻ്റെ ഗൗരവ അവസ്ഥകളെ മറന്നുകൊണ്ടും ഇതിൻ്റെ ഉത്തരം സൃഷ്ടിക്കപ്പെടുവാൻ തക്കവിധം ഞാൻ കർത്താവിലേക്ക് എൻ്റെ കരത്തെ ധൈര്യപൂർവ്വം നീട്ടുകയാണ്. അതിൻ്റെ സോഴ്സ് എന്തായാലും അത് ദൈവം ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ സങ്കീർണതകളെ തമ്പുരാനായിരിക്കും പരിഹരിക്കുന്നത്. ദൈവം സാധ്യതകളെയോ സാഹചര്യത്തെയോ നോക്കാതെ നിനക്ക് വേണ്ടി നിന്റെ വിഷയത്തിൽ ഇന്നു പകൽ ഒരത്ഭുതം ചെയ്യും. കർത്താവിൻ്റെ പൈതലേ, നിന്റെ കണ്ണിൻ്റെ മുൻപിൽ ഇന്നേ നാഴിക വരെ നീ കർത്താവിനെ വിശ്വസിച്ചിട്ടില്ലാത്തതുപോലെ ആഴത്തിൽ ദൃഢതയോടുകൂടെ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാവുക. ഒരു പക്ഷേ ഈ ഒരു ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ എന്നോടുകൂടെ പ്രസംഗിച്ചു തുടങ്ങണം. മുൻപിലുള്ള സാഹചര്യത്തെ കേൾവിക്കാരാക്കി നിർത്തിക്കൊണ്ട്, അത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയാലും മാറാ രോഗമായാലും നിങ്ങളുടെ തലമുറയുടെ പരിഹാരമില്ലാത്ത സങ്കടകരമായൊരു പ്രശ്നമായാലും നിന്റെ കരങ്ങളാൽ നീ പടുത്തുയർത്തിയ സ്ഥാപനത്തിലെ തല പുകയുന്നൊരു വിഷയമായാലും ശരി,
അതിനിന്ന് ഇവിടെ വെച്ച് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നീ അതിനോട് സംസാരിച്ചു തുടങ്ങുക. മലകൾ കേൾവിക്കാരാകട്ടെ, നിങ്ങൾ അതിനോട് സംസാരിക്കുക എന്നാണ് യേശു പറഞ്ഞത്. നീ ധൈര്യത്തോടും വിശ്വാസത്തോടും ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ നിന്നും നീങ്ങി കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഇത് കർത്താവും രക്ഷിതാവുമായ മഹാദൈവമായ യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കാണ്. ആ വാക്ക് ഇതുവരെയും ലംഘിക്കപ്പെട്ടിട്ടില്ല, ലംഘിക്കപ്പെടുകയുമില്ല. പ്രപഞ്ചത്തിലെ ഏത് ചലനവും തൻ്റെ വാക്കിനനുസൃതമായി നടന്നിരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങൾക്കിത് ഉൾക്കൊള്ളാമോ? നിങ്ങളുടെ അകത്ത് നിങ്ങൾക്കിതിനെ ഏറ്റെടുക്കാമോ? ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ വ്യക്തമായി നടക്കുകയാണ്. ആ പ്രയാസം നിറഞ്ഞ വിഷയത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഉപവസിപ്പാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, കരയുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പ്രസംഗിച്ചു തുടങ്ങാൻ ഞാൻ പറയുന്നു. അതിനോട് പറയൂ, നീ എത്ര ചെറുതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബലവാനായ ദൈവത്തിൻ്റെ തണലിലാണ്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഞാനിപ്പോൾ നിന്നോട് പറയുന്നു, എൻ്റെ മുൻപിൽ ഹേ പ്രോബ്ലമേ നിനക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. അതിന് ഞാനിനി നിനക്ക് അനുവാദം തരത്തില്ല. നിനക്കിത് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അനാവശ്യമായ ട്രസ്പാസ് പണിഷബിൾ ആണ്. ഞാൻ നിന്നെ പറിക്കാൻ പോവുകയാണ്, അടിച്ചിറക്കാൻ പോവുകയാണ്. വിശ്വാസം പലപ്പോഴും ചമ്മട്ടി ഉണ്ടാക്കാൻ നമ്മളോട് പറയും. അവിശ്വാസത്തിൻ്റെ കടന്നുകയറ്റങ്ങളെ അടിച്ച് പുറത്തിറക്കാനുള്ള മാരകമായ ആയുധം പണിയാൻ കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു. വാക്കുകൊണ്ട് ഇന്ന് രാവിലെ ചിലതിനെ ജീവിതത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കുക, ചിലതിനെ മനസ്സിൽ നിന്ന് പറിച്ചു കളയുക, ചിലതിനെ കൺമുമ്പിൽ നപ്പാടെ നീക്കിക്കളയുക. ഈ ഒരു എൻവിയോൺമെൻറ്റിൻ്റെ അകത്ത്, ഈ ഒരു ഫെയ്ത്ത് റിലാത്തിൻ്റെ അകത്ത് നിങ്ങൾ കാണാത്ത മാരകമായ അത്ഭുതങ്ങളുണ്ട്. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത വൻ ദൈവ പ്രവർത്തികളുണ്ട്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ദൈവത്തിൻ്റെ വലിയ ശക്തിയുണ്ട്. ഒരു സ്ഫോടനാത്മകമായി നിന്നെ തിന്നാൻ നിൽക്കുന്ന വിഷയത്തിന് മുമ്പിൽ അത് നിനക്ക് വേണ്ടി ഇറങ്ങുന്ന വേള ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ പൈതലേ, ഒരു ഭയങ്കരമായ മാറ്റത്തെ, സാധ്യതകൾക്ക് അതീതമായ ഒരു അത്ഭുതത്തെ, സാധ്യതകൾക്ക് അതീതമായ ഒരു ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളുടെ മേൽ ഇതാ തുറക്കുകയാണ്. എൻ്റെ കൂടെ കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ ഭാഷയിൽ ആ വിഷയത്തോട് സംസാരിക്കാം. ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. രാജാവായ കർത്താവേ, ഹോ ജീസസ്, ഞങ്ങളോട് യേശു പറയുന്ന വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് കൺമുൻപിലെ ഈ മാരകമാകുന്ന വിഷയത്തെയും മനസ്സിനകത്ത് സംഘർഷം ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രോബ്ലത്തെയും എന്താകും വിധി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു ഉത്തരത്തിന്, ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെയും അങ്ങയുടെ കൈകളിൽ ഞാൻ ഇപ്പോൾ തരുന്നു. വിശ്വാസത്താൽ ഞാൻ പറയുന്നു, അതിൻ്റെ ഉത്തരം നിനക്ക് ആശ്വാസം തരുന്നതായിരിക്കും. നീ ഇന്ന് കേൾക്കാൻ പോകുന്ന വാർത്ത നിനക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതായിരിക്കും. അല്ലാത്തതിനെ ഇപ്പോൾ തന്നെ തകർത്ത് കളയുന്നു. നിന്റെ ജീവിതത്തിൽ അത് എത്താതെ പോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ കയ്യിലില്ലാതെയും കൺമുമ്പിൽ സാധ്യതകളില്ലാതെയും ഒരുപാട് വിഷയങ്ങളുടെ മുമ്പിൽ ചെലവഴിക്കുവാൻ സാമ്പത്തിക വഴികളില്ലാതെയും ഭാരം, നിരാശ, ആത്മഹത്യാ പ്രേരണ ഇതനുഭവിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ ദൈവത്തിൻ്റെ കിളിവാതിൽ തുറന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഒരു വലിയ ദൈവിക വിടുതൽ നിന്റെ മേൽ ഇറങ്ങാൻ പോകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇതിൻ്റെ മേൽ വിജയവും അനുഗ്രഹവും തുറക്കുന്നതിനായിട്ട് സ്തോത്രം. യെസ് ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ഇല്ലാത്തതൊക്കെയും സൃഷ്ടിക്കപ്പെടട്ടെ, ആവശ്യമായതൊക്കെയും വന്നു ചേരട്ടെ. പല മുഖാന്തരങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഓപ്പൺ ആകട്ടെ. ഇവരുടെ മനസ്സിൻ്റെ ധൈര്യം 10 ഇരട്ടിയാക്കുന്ന തെളിവുകൾ ഇപ്പോൾ ഇവർക്ക് കിട്ടിത്തുടങ്ങട്ടെ. ഇവരുടെ വിശ്വാസ വീര്യം 1000 മടങ്ങ് അതിൻ്റെ ശക്തിയെ വലുതാക്കുന്ന അനുഗ്രഹ സാഹചര്യങ്ങൾ ഇപ്പോൾ തുറക്കുന്നത്, അതിൻ്റെ തെളിവുകൾ ഇവർക്ക് കിട്ടട്ടെ. അത് ലഭിക്കട്ടെ. വിശ്വാസം ഗ്രോ ചെയ്യുന്ന ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ ആരംഭിക്കട്ടെ. ഇവരുടെ മേൽ, ഇവരുടെ അകത്ത് സാഹചര്യത്തെ നോക്കാതെ ദൈവത്തെ നോക്കാനുള്ള ചങ്കുറപ്പ് ഇപ്പോൾ ഓപ്പണായി വരട്ടെ. ധൈര്യത്തോടെ പറയുക,
മാറിപ്പോവുക രോഗമേ, മാറിപ്പോവുക രോഗമേ. അതിൻ്റെ പേര് പറഞ്ഞ് അതിനെ ശാസിക്ക്. അതെന്തുമായിക്കൊള്ളട്ടെ, അതിനോട് മാറാൻ പറയുക. ചുരുങ്ങിയിരിക്കുന്ന അവയവങ്ങളോട് നിവരാൻ കൽപ്പിക്കുക. ഒരുപക്ഷെ വിരലുകൾ ചുരുങ്ങിയാണോ ഇരിക്കുന്നത്? കൈകൾ കോടിപ്പോയതുപോലെയാണോ ഇരിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ അത് നിവർന്നു വരട്ടെ. പാതി അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. കാഴ്ചയില്ലാത്ത കണ്ണിൻ്റെ അകത്ത് നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കാഴ്ച ഇരച്ചു കയറി വരട്ടെ. ഒരു പ്രകാശത്തിൻ്റെ അതിശക്തമായ കടന്നുകയറ്റം നിങ്ങളുടെ നയനങ്ങളുടെ അകത്തിപ്പോൾ നടക്കുന്നു. പലരുടെയും കണ്ണുകളുടെ ഭാഗത്ത് ചൂടുണ്ടാകുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തമായ സ്പർശനമുണ്ടാകുന്നു. കേൾക്കാത്ത ചെവിക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടക്കട്ടെ. അത് കേൾക്കാൻ ആന്തരികമായി തരുണാസ്ഥികൾക്കൊന്നും ബലമില്ലാതെ പോയിരിക്കുന്ന, ഈർണം പൊട്ടിപ്പോയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും, അതിനകത്തൊന്ന് പഴുപ്പൊഴുകുന്ന സാഹചര്യമാണെങ്കിൽ പോലും, ഒരു മൂളല് മാത്രം കേട്ടിരിക്കുന്ന, ചെവിയിൽ പഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം നീ. ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ അത് കേട്ടു തുടങ്ങട്ടെ. അതിനകത്തുള്ള സകല വസ്തും നിൽക്കട്ടെ. അതിനകത്തുള്ള മുഴുവൻ രോഗവും ഹീലാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. പൂർണ്ണമാകട്ടെ. പൂർണ്ണമാകട്ടെ. ഇവരുടെ മീതെ ദൈവത്തിന്റെ കരുണ ഇപ്പോൾ ഇറങ്ങട്ടെ. ഓ ജീസസ്, ആ കാരുണ്യം ഇറങ്ങട്ടെ. ശരീരത്തിൽ ആമവാദം പോലെയുള്ള രോഗങ്ങളാൽ വർഷങ്ങളായി ഭാരപ്പെടുന്നവർ, കൂന് പിടിച്ചിരിക്കുന്നവർ, ഇവരുടെ അസ്ഥികൾക്കകത്ത് ദൈവത്തിന്റെ തീ വ്യാപിച്ച് ഇപ്പോൾ നിവരട്ടെ, 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 നിവരട്ടെ. ഹാർട്ടുകൾ സൗഖ്യമാകട്ടെ. ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നികൾ പ്രവർത്തിച്ചു തുടങ്ങട്ടെ ശക്തമായി യേശുവിന്റെ നാമത്തിൽ. ലിവർ സിറോസിസിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഈ മക്കളുടെ അവയവം പുതിയതാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ വ്യാപിക്കട്ടെ. കർത്താവെ, എവിടെയോ കെട്ടിക്കിടക്കുന്നത് പോലെ ജീവിതത്തിൽ ഈ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടും എനിക്കൊരു മാറ്റമില്ല. എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ആകെ തളർന്നിരിക്കുന്നു. ഈ ഭാരം ആരുടെയെല്ലാം ഹൃദയത്തിൽ ഇപ്പോഴിവരായിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്, ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവർ അനുഭവിക്കുന്നുണ്ടോ? അവർക്കെല്ലാം ഈ സമയത്ത് തന്നെ അവരാഗ്രഹിക്കുന്ന ഒരു ഉദ്ദിഷ്ടമായ മറ്റു സ്ഥലത്തേക്കുള്ള യാത്രയുടെയും മാറ്റത്തിൻ്റെയും വാതിൽ തുറന്നു വരട്ടെ. തുറന്നു വരട്ടെ. തുറന്നു വരട്ടെ. യെഫഥാ, യെഫഥാ, യെഫഥാ. ജീസസ്. പരിശുദ്ധാത്മാവിന് ആരാധന. ബലവാനും വീരനുമായ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണപ്പാ. ഇന്നത്തെ ദൈവാലോചന നിമിത്തം, പ്രാർത്ഥന നിമിത്തം ഒരുപാട് പേർക്ക് ബലവും സമാധാനവും കർത്താവ് പകർന്നിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.